എത്തി മക്കളെ, എത്തി. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി. ഇവിടെ ചോനെ ഇവിടെ ലാസ്റ്റോട്ട് എത്തിയപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ആകുമ്പോൾ ടപ്പേ എന്ന് പറഞ്ഞിട്ട് ഒരു പാടൽ വിചാരിച്ചതിനെക്കാട്ടി നേരത്തെ എത്തിയ പോലത്തെ ഒരു ഫീൽ. അങ്ങോട്ട് പോകുമ്പോൾ വേഗം എത്തുന്നില്ലേ, ഇങ്ങോട്ട് വേഗം എത്തി. അപ്പോൾ ഞാൻ കുറേ നടക്കണം ഈ വേഗം കൊണ്ട്. ഇവിടെ ഇങ്ങനെ വൈഫൈ ഒന്നും ഇല്ല, സിമ്മാണെങ്കിൽ കട്ടായിട്ട് സിമ്മും ഇല്ല. ഓക്കെ ബൈ. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതാ, ഇവിടെ എത്തിയിട്ടുണ്ട്. യാറപ്പേ ഒന്നും പറയാനില്ല. അതിൻ്റെ പുറമില്ലേ, ഞാനിങ്ങനെ ഇന്ന് രാത്രി പോയിട്ട് പെരടി വിളിക്കിട്ട് എൻ്റെ മോനെ ബിരിയാണി കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ലേ. എന്താ ട്രോളി എത്തി. ഞാൻ ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കട്ടെ. അങ്ങനെ ബാഗൊക്കെ കിട്ടി, ബാഗൊക്കെ കിട്ടി. അങ്ങനെ ഇറങ്ങി ട്രോളി വണ്ടിക്കൊണ്ട് ഇങ്ങനെ പോകുന്നു. പുറത്ത് ഫവാസ്ഖാൻ്റെ ചങ്ങായിമാരെ കാത്തിരിക്കുന്നു. ഫവാസ്ഖാൻ്റെ മാത്രമല്ല, 5 ചങ്ങായിമാർ കാത്തിരിക്കുന്നുണ്ട്. സോ വീഡിയോ എടുത്തിട്ടില്ലല്ലോ, വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച ആൾക്കാരാ. അറിയുന്നൊരു മുഖമൊന്നല്ലേ, വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച ആള് രണ്ടാളും കണക്കന്നെ. അങ്ങനെ ഇത് ചെങ്ങായിമാരെ കാറിൽ എൻ്റെ സ്വന്തം വീട്ടിലേക്ക്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര സന്തോഷം. എന്താല്ലേ കുറച്ചാളെ വീട്ടുകാരൊക്കെ കാണാണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തൊരു ഫീലിങ്സ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഫീലിങ്സ്. ഇതാ എൻ്റെ വീട്, മൈ ഹോം. ഇനി ഞാനൊന്നിനും ഇല്ല, ഞാൻ വിളിച്ചിരിക്ക. ഈ ഭാഗത്ത്, ആ ഭാഗത്ത് അപ്പുറത്തെ വലത്തെ ഭാഗത്ത്, ശരത്തെ ഭാഗത്ത്. ഇങ്ങനെ ഇല്ലേനും ഇപ്പുറത്തേക്ക് ഇല്ലേനും. ഇതൊക്കെ പറഞ്ഞിട്ടെത്തിയ ഞാൻ പ്രതീക്ഷിച്ചേയില്ല. ഞാൻ വിചാരിച്ചിരുന്ന അപ്പൊ പെണ്ണുങ്ങളെന്നല്ലേ. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചേയില്ല കേട്ടാ. ഇപ്പൊ ഇടുപ്പ് വന്നിട്ടില്ല, ടെൻഷനും സന്തോഷം ഒന്നും പറയണ്ട. അങ്ങനെ അവിടെയുള്ള സർപ്രൈസ് ആയിരുന്നു നേരെ ഫവാസ്ഖാൻ്റെ വീട്ടിലേക്ക്. എൻ്റെ റൂമിൽ പോലും കയറിയിട്ടില്ല. ഇങ്ങനെ പിടിച്ചു അവർ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ആദ്യം ഓളി നിർത്താം.
ഹി വാസ് റിയലി സർപ്രൈസ്ഡ്. ഉപ്പ് മാത്രമല്ല എല്ലാവരും ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി എൻ്റെ ബൈക്കിൽ ഉമ്മാനെയും കൂട്ടി എൻ്റെ ചങ്ങായിൻ്റെ അടുത്തേക്ക്. എനിക്ക് ഈ ഭാഗത്തൊരു കഥ പറയാനുണ്ട്. സംഭവം എന്താ വെച്ചാൽ എനിക്ക് ചാമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇവിടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം തൊട്ട് ആരോടും പറിക്കരുതെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചു. പക്ഷെ ഞാൻ വരുന്നതിന് തലേ ദിവസം തന്നെ കുരങ്ങൻ വന്ന് അതൊക്കെ നാശാക്കി. അതിൻ്റെ സങ്കടത്തിലായിരുന്നു ഓള്. പക്ഷെ ബാക്കി വന്ന 2 മാറ്റി വെച്ചത് ഇന്ന് ഞാൻ എത്തിയോണ്ട് എനിക്ക് കിട്ടി. അല്ലെങ്കിൽ അതും മോശമായി പോയാനെ. ശ്വാസം കിട്ടിയ പോലത്തെ ഫീലിങ്. ഉമ്മാക്കും അല്ല വലിയമാക്കും എല്ലാം സർപ്രൈസ് കൊടുത്ത് നേരെ പോയി അടുത്തേക്ക് ഫവാസ്ഖാൻ്റെ വീട്ടിലേക്ക്. അവിടെയും പോയി എല്ലാവരെയും കണ്ട് നേരെ പോയി അടുത്തേക്ക്. ഇതെല്ലാം നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ റൂമിലേക്ക് വരുന്നത്. നോക്കിയാ എന്താണ് അവസ്ഥ? ഈ സന്തോഷം ഇപ്പം ഉണ്ടാവും. കുറച്ച് സമയം കഴിയുമ്പോൾ ഫവാസ്ഖാനെ മിസ് ചെയ്യും. ഇത്ര സമയം മിസ് ചെയ്തിട്ടില്ലേനു. കാരണം എക്സൈറ്റ്മെൻറ്റ് സർപ്രൈസ് കൊടുക്കുന്നത്. പക്ഷേ ഇനി മിസ് ചെയ്യും. സത്യം പറയാം ഇത് ബെസ്റ്റ് ഫീലിങ്സ് ആയിട്ടാ. ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിട്ട് വന്നാൽ ഇത്രയും എക്സൈറ്റ്മെൻറ്റ് കിട്ടൂലെന്ന് വിചാരിക്കുന്നത്. കാരണം ഉമ്മാനോടും വലിയമ്മയോടും എല്ലാവരോടും ഉമ്മാൻ്റെ വീട്ടിലായിക്കോട്ടെ എല്ലാവരോടും ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉള്ള അപ്പോൾ ആഗ്രഹിച്ചിട്ട് ഇല്ല വരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, ഒരു എന്താ പറയുക, ഒരു നിരാശ ഉണ്ടാവുമല്ലോ. ആ നിരാശയിൽ അതത് ഉറച്ച് വരുന്നില്ല. അത് പൊരുത്തപ്പെട്ട് പിന്നെ അയാളോട് പൊരുത്തപ്പെട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ കാണുമ്പോഴുള്ളൊരു സർപ്രൈസ് ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എല്ലാവരും അവരെക്കാട്ടി സർപ്രൈസ് ഞാനാണ്. ഓരോരുത്തരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ എന്താ പറയുമ്പോൾ പക്ഷെങ്കിൽ എത്ര ആൾക്കാരുണ്ടായാലും ഓനില്ലാത്തതിൻ്റെ സങ്കടം ഒന്ന് വേറെ തന്നെയാണ്. ഫവാസ്ക്ക് വിളിക്കലും വെക്കലൊക്കെ കഴിഞ്ഞ് ഭയങ്കര സങ്കടം ഫവാസ്ക്കാക്ക്. പിന്നെ ഉമ്മാനെയും കൂട്ടി പോയി ചിക്കനും വാങ്ങിയിട്ട് വന്നു. ഞാൻ പറഞ്ഞേ എനിക്ക് എന്തായാലും ബിരിയാണി നിർബന്ധമാണ്. പിന്നെ ചങ്ങാൻ്റെ അടുത്ത് പോയി സർപ്രൈസ് കൊടുത്തിരുന്നേക്ക് പിന്നെ ചിക്കൻ വാങ്ങി വന്നിട്ട് അതിനുള്ള പരിപാടിയിലുമ്മ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ പറഞ്ഞ സമയം എത്ര തെറ്റായാലും കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ ബിരിയാണി തന്നെ വേണം, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ആഗ്രഹം. ഞാൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ എണീച്ച പാട് ഈ ഫ്ലൈറ്റിൽ കയറിയിട്ട് ആലോചിച്ചിട്ടാണെന്നറിയില്ല ഭയങ്കര ഒരു ഇത്. പിന്നെ വെള്ളം കുടിച്ച് നാരങ്ങ വിലാക്കി അങ്ങനെയല്ലേ ഉള്ളൂ, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ വന്നതല്ലേ എൻ്റെ ഫ്ലൈറ്റിൽ കയറിയിട്ട്. പക്ഷെ എന്തെങ്കിലും വാങ്ങിയാൽ മതിയായിരുന്നു. കാരണം ഫ്ലൈറ്റിൽ കയറിയിട്ട് ഭക്ഷണം എന്നിട്ടുണ്ടാ റബ്ബേ ഭക്ഷണം കാളൽ. ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. കയറിയിട്ട് പിന്നെ സൈഡ് സീറ്റ് ചോദിച്ച് തന്നിട്ടില്ല. പിന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് പോകുമ്പോൾ ഫസ്റ്റത്തെ ആണല്ലോ, ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ. അപ്പോൾ അത് ഭയങ്കരമായിരുന്നു. ഞാൻ സൈഡ് സീറ്റ് കിട്ടുകയും ചെയ്ത് നല്ല. പക്ഷേ ഇത് സൈഡ് സീറ്റ് കിട്ടിയിട്ടും വലിയ ആ ചിറകിൻ്റെ അടുത്തേനുള്ള ആ ചിറകായതുകൊണ്ട് ഇപ്പോൾ താഴോട്ടേക്ക് അങ്ങനെ കാണുന്നില്ല. ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് അത്ര ക്ലിയർ ഇല്ല. ഫസ്റ്റ് പാർട്ട് 1 കണ്ടിട്ടുണ്ടോ, പിന്നെ അത്ര ക്ലിയർ പോരാ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റ് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ സമയം പോയി. 10 മിനിറ്റ് ഉറങ്ങിയിട്ടാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ സമയം പോയിനെ. പെട്ടെന്ന് സമയം അങ്ങോട്ടേക്ക് പോയതിനെക്കാട്ടി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിയൊരു ഫീല്. ഒരു 3-4 മണിക്കൂറാകുന്ന ഏകദേശം വന്നത്. പക്ഷെ താഴെന്ന് ഫ്ലൈറ്റ് നിരങ്ങിയിട്ട് പൊന്തുന്നില്ല, പറക്കുന്നില്ല. അത് കഴിഞ്ഞ് താഴെത്തുമ്പോൾ ടബേന്നും പറഞ്ഞിട്ടൊരിത്. പിന്നെ ലാൻഡ് ആകുന്നത് എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യില്ല. ലാൻഡ് ആകുമ്പോൾ ടബേന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു എന്താ പറയുക, എല്ലാവരും പേടിച്ച പോലെ, ഒരു നെഞ്ചത്തൊരു വിറവച്ച പോലെ അങ്ങനെ ഇത്. അത് കഴിഞ്ഞ് അടുത്തിരുന്ന ആൾ നല്ല കമ്പനിയാണ്, കുറച്ച് പ്രായമുള്ള ആളാണ്, ഒരാണുങ്ങളാണ്, കുറച്ച് പ്രായമുള്ള നല്ല കമ്പനിയാണ്. അപ്പോൾ അവർ ഹോട്ട്സ്പോട്ട് ഓണാക്കി തന്ന് പിന്നെ ഫവാസ്ക്കൊക്കെ മെസ്സേജ് ഏറ്റവും മെയിൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്
ലഗേജ് അത് വരുമ്പോൾ അങ്ങനത്തെ തന്നെയായിരുന്നു. പിന്നെ ഭയങ്കര ഭയങ്കര ഷോൾഡർ ഒരു പെയിന്, ട്രോളിൻ്റെ അടുക്ക് എത്തുന്നവരെ അങ്ങക്ക് ആരും കൊണ്ട് പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഫവാസ് കണ്ട് ഒന്നും ചിന്തിക്കണ്ട, അതങ്ങോട്ട് ഒന്നും ചെയ്യും, 2 കൈയും വീശി അങ്ങനെ അങ്ങ് നടന്നാൽ മതി, ഒന്നും ചിന്തിക്കണം. പക്ഷെ ഇത് കുറച്ച് ടാസ്ക്കായിരുന്നു. മന കാണിച്ചു തരാം. എൻ്റെ ബിരിയാണി ചിക്കൻ അടുപ്പത്തായിട്ടുണ്ട്. ബിരിയാണി റെഡി. നല്ല ചൂട്. പൊളി. പണ്ടത്തെ ഒരു തന്നെ പോകുമ്പോൾ കഴിക്കാൻ വൃത്തി കഴിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം അങ്ങ് തീർക്കട്ട്. ഗൾഫിൽ പോകുമ്പോൾ പിന്നെ അന്നത്തെ ടെൻഷൻ കൊണ്ട് വൃത്തിക്ക് കഴിക്കാൻ പറ്റില്ല രാത്രിക്ക്, അതിൻ്റെ സങ്കടം ഇപ്പം തീർക്കട്ട്. അപ്പോൾ നമ്മുടെ സർപ്രൈസ് ഇവിടെ ഇത്രയേ ഉള്ളൂ, കണ്ടല്ലോ. അത് കഴിഞ്ഞ് പെട്ടി വിളിച്ച് കടന്നുറങ്ങി. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.